കൗൺസിൽ യോഗ നടപടികൾ വിഷയങ്ങൾ ചർച്ചയ്ക്കെടുക്കുന്നതിന് തൊട്ടു മുന്നേ തന്നെ ഏതാണ്ട് 35-40 വിഷയങ്ങളാണ് അജണ്ടയ്ക്കകത്ത് ഉണ്ടായിരുന്നത്. ഒന്നാമത്തെ വിഷയം ചർച്ചയ്ക്ക് എടുക്കുന്നതിന് തൊട്ടു മുന്നേ തന്നെ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായി. കൗൺസിൽ ഹാളിനകത്ത് സാധാരണഗതിയിൽ കൗൺസിലർമാരുടെ നേതൃത്വത്തിലുള്ള എന്തെങ്കിലും വ്യത്യസ്ത അഭിപ്രായങ്ങൾ വരുന്ന സമയത്ത് പ്രതിഷേധങ്ങൾ ഉണ്ടാവുമെങ്കിലും പാർട്ടി പതാകകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കൗൺസിൽ ഹാളിനകത്ത് പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാറില്ല. പക്ഷേ ഇന്നലെ കൗൺസിൽ ഹാളിനകത്ത് ഇത്തരത്തിൽ പാർട്ടി പതാകകളുമായി എത്തിക്കൊണ്ടാണ് അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായത്. കോൺഗ്രസിന്റെ കൗൺസിലർമാരുടെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള അക്രമ സംഭവങ്ങളും അനിഷ്ട സംഭവങ്ങളുമാണ് ഇന്നലെ കൗൺസിൽ യോഗത്തിനകത്തുണ്ടായത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്നലെ KPCCയുടെ ഒരു സമ്മേളനം പാലക്കാട് നടക്കുകയുണ്ടായി. ആ സമ്മേളനത്തിൽ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെയുള്ള ആളുകൾ വേദിയിലിരിക്കുന്ന വേദിയിൽ കോൺഗ്രസ് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷന്റെ ഭാഗത്തു നിന്ന് വളരെ കൃത്യമായി തന്നെ പ്രത്യക്ഷത്തിൽ തന്നെ ഒരു കലാപത്തിന് കോപ്പ് കൂട്ടുന്ന തരത്തിലുള്ള പ്രസ്താവനയാണ് ഉണ്ടായിട്ടുള്ളത്. വെട്ടാനും കുത്താനുമുള്ള ആളുകൾ ഈ പാർട്ടിയിൽ ഉണ്ട് എന്നുള്ളതും തൊട്ടാൽ തൊട്ടവന്റെ കൈവെട്ടും എന്ന തരത്തിലാണ് കോൺഗ്രസിന്റെ കേരളത്തിന്റെ സംസ്ഥാന അധ്യക്ഷൻ ഇന്നലെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ആ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇത്തരത്തിൽ വെട്ടാനും കുത്താനും കൊത്താനുമുള്ള കശാപ്പ് ശാലയായിട്ട് കോൺഗ്രസ് പാർട്ടി മാറിയിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നു. കോൺഗ്രസിനകത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ അറവുകാരാണോ എന്ന തരത്തിൽ പൊതുജനങ്ങൾക്കിടയിൽ സംശയം ഉണ്ടാക്കുന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് കോൺഗ്രസ് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ 10 ദിവസങ്ങൾക്ക് മുൻപ് പാലക്കാട് ASP ഓഫീസിൽ ഇവിടുത്തെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ഒരു പീസ് മീറ്റിംഗ് ASP വിളിച്ചിരുന്നു. ആ മീറ്റിംഗ് കോൺഗ്രസ് ബഹിഷ്കരിച്ചിരുന്നു. അതിനർത്ഥം ഇന്നലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷന്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രസ്താവന വരുന്ന സമയത്ത് നമ്മൾ ചേർത്ത് വായിക്കേണ്ടതായിട്ടുള്ളത് കോൺഗ്രസ് ബോധപൂർവമായി ഇവിടെ കലാപം സൃഷ്ടിക്കുന്നതിനും സംഘർഷങ്ങൾ സൃഷ്ടിക്കുന്നതിനും നേതൃത്വം കൊടുക്കുന്നു എന്ന് ഇന്നലത്തെ സ്റ്റേറ്റ്മെന്റോടുകൂടി നമ്മൾ ചേർത്ത് വായിക്കേണ്ടിയിരിക്കുന്നു.